ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ഡീകോഡ്സ്. ഇന്ന് നല്ല നാടൻ രുചിയുള്ള കരിമീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കരിമീൻ ചെത്തി വൃത്തിയാക്കി വരഞ്ഞ് വെള്ളം തോരാൻ വെക്കണം. വരഞ്ഞ് വെച്ചാലേ മസാല നന്നായി പിടിക്കുകയുള്ളൂ. കരിമീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് മസാലയ്ക്കുള്ള ചേരുവകൾ നോക്കാം. ഇതിനായി ആദ്യം നമുക്കൊരു മിക്സി എടുക്കാം. ഇതിലേക്ക് 6 ചുവന്നുള്ളി, 5 വെളുത്തുള്ളിയുടെ അല്ലി, 6 പച്ചമുളക്, 3 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇടാം. അടുത്തത് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പറിച്ച് ഉണക്കി പൊടിച്ച കുരുമുളക് പൊടിയാണ്. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇടണം. കോൺഫ്ലവർ ഇടുന്നത് കൊണ്ട് മീൻ അധികം നേരം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ മീനിൽ തേക്കാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ മസാല വരഞ്ഞു വെച്ചിട്ടുള്ള കരിമീനിൻ്റെ പുറത്ത് നന്നായി തേക്കണം. തേച്ചതിന് ശേഷം വേണമെങ്കിൽ 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഞങ്ങളിവിടെ വെച്ചിട്ടില്ല. എന്നിട്ട് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വേപ്പിലത്തണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ വറുക്കാൻ വെക്കണം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കണം. അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. അടി മുരിഞ്ഞതിന് ശേഷം മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം ലോ ആക്കിയിട്ട് വറക്കണം. ഇങ്ങനെ ആദ്യം ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് പിന്നെ ലോ ഫ്ലെയിമിൽ ഇടുന്നതിന് കാരണം കുറച്ച് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മീനിൻ്റെ 2 സൈഡും നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. സാധാരണ എല്ലാവരും മസാല തേച്ചിട്ട് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇവിടെ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ കോൺഫ്ലവർ ചേർക്കുമ്പോൾ അധികം സമയം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വയ്ക്കാം. ഞങ്ങളങ്ങനെ വെച്ചിട്ടില്ല. ഇതൊരു ക്വിക്ക് റെസിപ്പിയാണ്. നിങ്ങൾക്ക് അധികം സമയം കളയാതെ നല്ല ടേസ്റ്റിൽ കരിമീൻ ഫ്രൈ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.